ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കോഴ്സുകൾക്ക് കേരള സർവകലാശാലയിൽ അംഗീകാരമില്ലെന്ന ന്യൂസ് മലയാളം വാർത്തയിൽ വിശദീകരണവുമായി ഓപ്പൺ സർവകലാശാല. ചില സർവകലാശാലകൾ വിദ്യാർത്ഥി ദ്രോഹ നടപടികൾ സ്വീകരിക്കുന്നു. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഗവർണർ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്നിവർക്ക് കത്തയച്ചെന്നും ഓപ്പൺ സർവകലാശാലയുടെ വിശദീകരണം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ ചേരുകയാണ്. ഹാൻസ്, ന്യൂസ് മലയാളം വാർത്തയിൽ ഇടപെടൽ ഉണ്ടാകുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മളൊരു വാർത്ത ചെയ്യുന്നത്. കൊല്ലം സ്വദേശിനിയായിട്ടുള്ള എസ് ദർശനയ്ക്കാണ് BEd പ്രവേശനം കേരള സർവകലാശാല നിഷേധിച്ചത്. ഇതിൻ്റെ ഭാഗമായി കേരള സർവകലാശാല ദർശനക്ക് നൽകിയ വിശദീകരണം, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ കോഴ്സുകൾ ഇതുവരെയും കേരള സർവകലാശാല അംഗീകരിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ BEd പ്രവേശനത്തിനായി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ല എന്ന വിശദീകരണമാണ് കേരള സർവകലാശാല നൽകിയത്. ഈ വിഷയത്തിൽ ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിട്ടുള്ള ജഗതി രാജ് ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഓപ്പൺ സർവകലാശാലയുടെ എല്ലാ പ്രോഗ്രാമുകൾക്കും UGC DEB അംഗീകാരമുണ്ട്. പ്രവേശന നടപടികൾക്ക് ഇക്വാലൻസി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. കേരളത്തിലെ മറ്റ് സർവകലാശാല പ്രോഗ്രാമുകൾക്കുള്ള തുല്യ അംഗീകാരം ഓപ്പൺ സർവകലാശാല പ്രോഗ്രാമുകൾക്കുമുണ്ട്. അതുപോലെ തന്നെ വിദൂര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഡിഗ്രികൾ മറ്റ് സർവകലാശാലകൾ അംഗീകരിക്കണം. കൂടാതെ ഇത്തരത്തിൽ വിദ്യാർത്ഥി ദ്രോഹ നടപടികൾ ചില സർവകലാശാലകൾ സ്വീകരിക്കുന്നു എന്നത് ഖേദകരമാണ്. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഗവർണർക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും അതിനോടൊപ്പം തന്നെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിനും കത്തയച്ചിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ നിലവിൽ സർവകലാശാലയുടെ വിശദീകരണം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും കേരള സർവകലാശാല ഒരു ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. അഖില, ഹാൻസ് ജോണാണ് വിവരങ്ങൾ നൽകിയത്.